Good morning, good afternoon, good evening, Sebastian ചേട്ടാ ചേച്ചി എന്നാണ്ട് സുഖമാണോ? ഓക്കെ. അപ്പം നമ്മുടെ കിച്ചൻ്റെ ഒരു ഡിസൈൻ്റെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുകയാണ് ഈ പ്രസൻറ്റേഷൻ. ഞാൻ ബെഞ്ച് മാർക്കും റൺകാരും ഒക്കെ ചെയ്ത ഡിസൈനിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗമായ രീതിയിലുള്ള ഒരു കിച്ചൺ ഡിസൈനാണ് ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്ത് ഇവിടെ നമുക്ക് ഒത്തിരി വീടുകളില്ലാത്തതും എല്ലാവരും ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ് യൂട്ടിലിറ്റി സ്പേസ്. ഒരു യൂട്ടിലിറ്റി സ്പേസ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാനിവിടെ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഈ കിച്ചന് കുറച്ചും കൂടെ ഒരു വേറൊരു ഷേപ്പും വേറൊരു ഡിസൈനുമായി മാറും. അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് വർക്ക് ആസ്പെക്ട്സ് ഉണ്ട് അഡീഷണൽ ആയിട്ട് വരുന്നത്. ഇപ്പം ബെഞ്ച് മാർക്കും റണ്ണൊക്കെ ചെയ്തിരിക്കുന്നത് എക്സിസ്റ്റിംഗ് ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് ഉള്ളൊരു ഡിസൈനാണ്. പക്ഷെ നമ്മൾക്ക് ഇച്ചിരി മാറി ചിന്തിച്ചുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ യൂട്ടിലിറ്റി റൂമിൻ്റെ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. ഈ യൂട്ടിലിറ്റി റൂമിലേക്ക് നമുക്ക് ഉള്ള ആ സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്നുള്ള ഡോറ് വഴി കയറി ചെല്ലാം. അപ്പോൾ അവിടെ നമുക്ക് ഈ വോൾ ക്രിയേറ്റ് ചെയ്യണം. ഈ സ്റ്റഡ് വോൾ ആ ഡോർ ഫ്രെയിമിൻ്റെ ആ ലൈനിൽ വെച്ച് ഒരു സ്റ്റഡ് വോൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒരു വോൾ സർഫസ് കിട്ടുകയാണ്. അപ്പോൾ വോൾ സർഫസിൽ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീന്, ടംബിൾ ഡ്രയർ, പിന്നെ അവിടെ അഡീഷണൽ കബോർഡ് സ്പേസ് ഒക്കെ ഉണ്ടാവുകയാണ്. അതോടൊപ്പം ഈ വോൾ കബോർഡ്സും നമുക്ക് ഹാങ്ങിങ് കബോർഡ്സും ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം കുറേ കൂടെ സ്റ്റോറേജ് സ്പേസുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ യൂട്ടിലിറ്റി റൂമിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പം ഈ വർക്ക് ടോപ്പിലൊക്കെ ഒരു അയണിങ് ടേബിളായിട്ട് ഉപയോഗിക്കാം. നമുക്ക് പിന്നെ പുറത്തോട്ടുള്ള ആക്സസ് പഴയ എക്സിസ്റ്റിംഗ് ഡോർ വഴി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു കോമ്പാക്റ്റ് ഒരു വോം റൂമായിട്ട് തന്നെ ഇരിക്കും. വിൻ്ററിൽ ഇവിടെ ബോയിലറൊക്കെ ഉള്ളതുകൊണ്ട് തുണിയൊക്കെ ഇവിടെ ഇപ്പം ഒരു തുണിയൊക്കെ വിരിച്ചിടുന്ന ചെറിയ ഇതില്ലേ മെറ്റലിൻ്റെ, അതൊക്കെ ഒരെണ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തുണിയൊക്കെ വിൻ്ററിൽ ടംബിൾ ഡ്രയർ ഇല്ലാതെ തന്നെ അതൊക്കെ ഉണങ്ങിക്കോളും. കാരണം ഇതൊരു വോം സ്പേസ് ആയിട്ട് മാറും. ഇവിടെ ബോയിലർ ഇരുന്നോടുന്നതുകൊണ്ട്. പിന്നെ ഇത് ഈ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രൈവസി ഉണ്ട്. ഇതൊരു വേറെ ആരും ഇത് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഒന്നും അറിയത്തില്ല. അപ്പോൾ അതൊരു പുതിയൊരു അഡീഷണൽ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് ഈ ഡിസൈൻ വഴി അച്ചീവ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ കിച്ചണിലേക്ക് ഇപ്പം നമ്മൾ കിടക്കുകയാണ്. ഇപ്പോൾ കിച്ചണിൽ നമ്മൾ നമ്മുടെ ലോഞ്ചിൽ കൂടെ കിച്ചണിലേക്ക് കയറാനുള്ള ഡോർ ഇതാണ്. അപ്പം ഇവിടെ നമ്മളൊരു യു ഷേപ്പിലുള്ള ഒരു വർക്ക് സർഫസ് ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആ ബീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എക്സിസ്റ്റിംഗ് വോള്. ആ വോള് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അതിനെ എംബ്രേസ് ചെയ്തുള്ളൊരു ഡിസൈനാണ്. അപ്പം അതോടൊപ്പം നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ബാർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഇച്ചിരി കോമ്പാക്റ്റായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഇത് നമ്മൾ വർക്ക് സർഫസും വോൾ സർഫസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്ന ഫ്രിഡ്ജൊക്കെ ഈ എൻഡിലായിരിക്കും വെക്കാൻ ബെസ്റ്റ്. ഫ്രിഡ്ജ്, അത് കഴിഞ്ഞിട്ട് ടവർ യൂണിറ്റ്, നമ്മുടെ ഓവനൊക്കെ വെക്കുന്ന ടവർ യൂണിറ്റ്സ്, അതോടുകൂടി അത് വേറെ ഇനി സ്പേസ് ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു വൈൻ റാക്ക്, ടവർ വൈൻ റാക്കൊക്കെ വേണേൽ ഈ സൈഡിൽ വെക്കാം. ഇവിടെ ആയിരിക്കും മേ ബി ഗ്യാസ് ഹോബ് വെക്കാൻ നല്ലത്. ഇവിടെ ആയിരിക്കും വാഷ് സിങ്ക് പറ്റിയത്. നമുക്ക് കുറേ വർക്ക് സ്പേസ് വർക്ക് ടോപ്പ് കിട്ടും. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ബാറും
ബ്രേക്ക്ഫാസ്റ്റ് ബാർ അല്ലാത്ത സമയത്ത് ഇതൊരു വർക്ക് ടോപ്പായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം പ്രപ്പോസ് ചെയ്യുന്നത് ഒരു പുതിയൊരു ബാക്കിലെ ഒരു പുതിയൊരു ഡോറാണ്. ഈ ഡോറ് ഗ്ലാസ് ഡോറായിരിക്കും. അപ്പം അതുവഴിയായിരിക്കും നമ്മുടെ കിച്ചണിലേക്കുള്ള വെട്ടം കയറുന്നത്. അപ്പം നമുക്ക് ഈ ലോഞ്ചിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നേരെ ബാക്ക് ഗാർഡനിലേക്ക് ഇറങ്ങിപ്പോവാം. ഇപ്പോൾ ഇവിടെ ഒരു ബാർബിക്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതായിരിക്കും നമ്മുടെ ഡയറക്റ്റ് ആക്സസ്. ഓക്കെ, അതോടൊപ്പം നമ്മുടെ ഈ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് കിച്ചണിലെ ബാക്ക് വിൻഡോ നമ്മൾ പറഞ്ഞു ഒരു പാനല് ഈ നമ്മുടെ കിച്ചണിലേക്ക് തള്ളി നിൽക്കും. എൻ്റെ ഒരു പ്രപ്പോസല് അത് അത്രയും അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ അങ്ങ് ബ്രിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വോള് ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിട്ടും. ആ വോൾ സർഫസ് ബ്രേക്ക് ഒന്നും ഇല്ലാതെ കിട്ടും. പക്ഷെ നമ്മൾ ലൈറ്റിൻ്റെ സൊല്യൂഷൻ ഇവിടെ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. ഇങ്ങനെ ഒരു കിച്ചണിൽ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ മലയാളീസിൻ്റെ കുക്കിംഗ് ഒക്കെ വളരെ സ്മെല്ലി കുക്കിംഗ് ആയതുകൊണ്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ഫാൻ, കിച്ചൺ എക്സ്ട്രാക്ടർ ഫാൻ വെക്കണം. അതിൻ്റെ ഹുഡ് എക്സ്ട്രാക്ടറോ ഏതാന്ന് വെച്ചാൽ വെക്കുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ളതായിരിക്കണം. ഒരു ട്വിൻ മോട്ടർ, ഒരു ഐ തിങ്ക് 600 ക്യൂബിക് മീറ്റർ പെർ അവർ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഹൈ കപ്പാസിറ്റി ഉണ്ട് ട്വിൻ മോട്ടർ. അതങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല എയർ വലിച്ചെടുത്ത് കളയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് മേടിക്കുന്ന സമയത്തൊക്കെ. ഐ തിങ്ക് എല്ലാം തന്നെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് വ്യൂ ഇങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇതൊരു തടിയുടെ ഡോർ പോലെ തോന്നുമെങ്കിലും ഇതൊരു UPVC ആയിട്ട് കൺസിഡർ ചെയ്യുക. UPVC ഡോർ വിത്ത് ഗ്ലാസ്. ഇതാണ് നമ്മുടെ കിച്ചൻ്റെ വിൻഡോ. അപ്പോൾ ആ വിൻഡോയുടെ ഓപ്പണിങ്ങിൽ നമുക്കൊരു മേ ബി ഒരു 2 പാനലിൻ്റെ വിൻഡോ അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്ടിലിറ്റിയിലേക്കുള്ള വിൻഡോ ആണ്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ബ്രിക്കപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ബാക്ക് വ്യൂ. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വിൻഡോ അവിടെ നിന്ന് ഇപ്പോൾ ടോട്ടലി റിമൂവ് ചെയ്തു. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ വോൾ സർഫസിൽ നമുക്ക് വോൾ ക്യാബിനറ്റ്സ് വെക്കാനുള്ള ഏരിയ കിട്ടും. അത് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം നിങ്ങളുടെ ഇവിടുത്തെ ഈ ഡോറ് ഗ്ലാസ് ഡോറാണല്ലോ, അപ്പം ഇതിനകത്തേക്ക് വെട്ടം കിട്ടും. പിന്നെ ഇപ്പോഴത്തെ എല്ലാം LED ലൈറ്റ്സുകളാണ്. നമ്മൾ കയറുമ്പോഴേ LED ലൈറ്റ്, ഒരു സെൻസർ ലൈറ്റിങ് വെച്ചാൽ മതി. ഒരു സെൻസറും കൂടെ അഡീഷണൽ ആയിട്ട് വെക്കുക. നമ്മൾ ഈ ഡോർ തുറക്കുമ്പോഴേ ഇതിനകത്ത് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി കത്തും. നമ്മുടെ ബാത്റൂമിലൊക്കെ ഇല്ലേ ഫാനിൻ്റെ ഒക്കെ സെൻസർ, അതുപോലത്തെ ഒരു സെൻസറുള്ള ഒരു ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾ കയറുമ്പോഴേ ലൈറ്റ് കത്തും. അപ്പം ഇവിടെ ആ ഒരു വിൻഡോ പോകുന്ന ആ പ്രശ്നം നമുക്ക് അത്ര ഒരു പ്രശ്നമായിട്ട് വരികയില്ല. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട് താനും. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു ഓപ്ഷൻ 2-ലൊരു വേരിയേഷൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് വ്യൂ ഇതാണ്. ആ വിൻഡോ ഇല്ലാത്തൊരു ബാക്ക് വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ അത് ബ്രിക്കപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് വേറൊരു ഓപ്ഷനാണ്, ഓപ്ഷൻ 3. ഇതിനകത്ത് നമ്മൾ ബീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വോള്, അതിന് വേറൊരു സപ്പോർട്ട് വേറൊരു വോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ന്യൂ വോൾ ബിൽറ്റ് ടു സപ്പോർട്ട് ദ ബീം അബവ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വോൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ വോള് നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ബീമിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ബീം ഒന്ന് ഇതിൽ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആ വോളില്ലേ, അത് ഓപ്പൺ ചെയ്ത് അവിടെ ഒരു ഡോർ ഫിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ആ ഡോർ വെക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അഥവാ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഈ കിച്ചൺ വഴി തന്നെ പോകണമെന്നുണ്ടെങ്കിൽ
ഇതൊരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ വഴി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആ വോൾ ഇവിടെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആ മെനകേടല്ല, അതൊരു ഓക്വേർഡ്നെസ് ഉണ്ട്. അത് മാറ്റി അതിന് പകരം നമ്മൾ ഇവിടെ ഒരു ബോൾ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അത് നമ്മുടെ വർക്ക് ടോപ്പിൻ്റെ എൻഡായിട്ട് വരും. അതേസമയം നമ്മൾ ഇവിടെ ഒരു ഡോർ വെച്ച് അത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അവിടെ അതൊരു ഡ്യുവൽ പർപ്പസ് ആണ്. നമുക്ക് ഇതിലേക്ക് കയറുകയും ചെയ്യാം, ഇതിൽ ഇറങ്ങി പോവുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ യു ഷേപ്പ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഓറിയൻറ്റേഷൻ ഒന്ന് മാറുന്നു. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ യു ഷേപ്പിൻ്റെ ഓറിയൻറ്റേഷൻ. ഇങ്ങനെ ഒരു ഡിസൈനിൽ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജ് ഓവനൊക്കെ ഈ റണ്ണിൽ വെക്കാം. നമ്മുടെ ബാക്കി സിങ്ക് ഇവിടെ ആയിരിക്കാം, മേ ബി ഹോബ് ഇവിടെ ആയിരിക്കാം. അങ്ങനെ ഒരു ഡിസൈൻ. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ യൂട്ടിലിറ്റി സ്പേസിലെ വിൻഡോ വേണമെന്നല്ല, ഇവിടെ ഇപ്പോൾ കിച്ചണിൽ വെട്ടം വേണമെന്നല്ല, വെട്ടം വേണം. അപ്പം ഇവിടെ ഇരിക്കുന്ന ആ വിൻഡോ അതേപടി എടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് വിൻഡോ ഓപ്പണിംഗ് ആ സെയിം സൈസിൽ, എന്നിട്ട് ഇവിടെ ബ്രിക്കപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് വ്യൂ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ഇവിടെ ഇരുന്ന വിൻഡോ നമ്മളെടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു. പക്ഷേ ഇവിടെ നിന്ന് എൻട്രൻസ് ഇല്ല. എൻട്രൻസ് നമ്മുടെ പഴയ യൂട്ടിലിറ്റി കൂടെ തന്നെ ആണ് നമ്മുടെ ബാക്കിലേക്കുള്ള എൻട്രൻസ്. ഓക്കെ, ഇതൊക്കെയാണ് പുതിയതായിട്ട് സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനൊക്കെ ഉള്ളത്. നമ്മളിപ്പം ഡോർ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് വരും ഡോർ ഓപ്പൺ ക്രിയേറ്റിംഗ്. ഇതാണ് നമ്മുടെ പഴയ ബാക്കിലെ വിൻഡോ. ഓക്കെ, വേറെ ഒന്നും തന്നെ ഇല്ല. താങ്ക് യു ഫോർ ഗിവിങ് മീ ദ ഓപ്പർച്യൂണിറ്റി. നിങ്ങളിത് കെയർഫുള്ളായിട്ട് ആലോചിക്കുക, ചിന്തിക്കുക. ഇതിനകത്ത് എൻ്റെ ഈ ഡിസൈനിനകത്ത് വലിയ വിഷ്വലൈസേഷൻ ഒന്നും ഇല്ല. കാര്യം അത് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. അത് ബെസ്റ്റ് ആയിട്ട് കിച്ചൺ കമ്പനിക്കാർക്ക് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. അവരുടെ യൂണിറ്റ്സ് വെച്ച് ചെയ്യുമ്പോൾ അതിനൊരു അക്യുറേസി വരും. എന്തൊക്കെ പറ്റും, എന്തൊക്കെ പറ്റായികയില്ല എന്നൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതൊരു കൺസെപ്റ്റ് ഡിസൈനാണ്. അവരുമായിട്ട് സംസാരിക്കുമ്പം നമുക്ക് ഇതുകൊണ്ട് വെച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്, നിങ്ങളത് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരുമായിട്ട് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ, ഗോഡ് ബ്ലെസ്.